നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ ചെന്നിട്ട് എങ്ങനെയും അർച്ചന ഈ സത്യം അറിഞ്ഞ നമ്മൾ ഈ ചെയ്യുന്നേക്ക് വെറുതെ ആവില്ലെന്നൊരു തോന്നല്. ആ തോന്നല് തൽക്കാലത്തേക്ക് സച്ചി മാറ്റിവെക്ക്. പൊതുവെ ആണുങ്ങൾ അങ്ങനെയാണെന്നാ എനിക്ക് തോന്നുന്നത്. മുന്നിൽ നിൽക്കുന്ന ആള് എത്ര പ്രിയപ്പെട്ടതാവുമ്പോ അവരെ സന്തോഷിപ്പിക്കാൻ വിഷമമുള്ളതൊന്നും പറയാതിരിക്കാനുള്ളൊരു ബാധ്യത ഉണ്ടല്ലോ. എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടുകയെന്ന് ഒരു പിടിയില്ലാത്തപ്പോ പറയുന്ന എന്തെങ്കിലും ഇഷ്ടമാകില്ലെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാ സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുമ്പോ സന്ധ്യക്ക് ബോറടിക്കാനും പാടില്ലല്ലോ. ഇത്രയൊക്കെ മനസ്സിൽ വെച്ചാണോ നന്ദന എന്നോട് സംസാരിക്കുന്നത്? എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നന്ദൻ എന്ത് പറഞ്ഞാലും എനിക്ക് ബോറടിക്കുകയില്ല. പോരെ, ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നത്. മുന്നിൽ നിൽക്കുന്നയാള് പ്രിയപ്പെട്ടതാവുന്നതിനൊപ്പം മനസ്സിലാക്കാൻ കൂടി ശ്രമിച്ച എല്ലാ പ്രശ്നവും തീരും. അല്ല, ഒരു അതിഥിയായിട്ട് ഞാൻ കയറി വന്നിട്ടും എന്നെ എന്താ അകത്തോട്ട് ക്ഷണിക്കാത്ത? അത് അതിഥിയായിട്ട് ഞാൻ കാണാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അകത്തേക്ക് വരാം. ആഹാ, സച്ചിയുടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എന്തായി ചെന്നൈ പോകുന്ന കാര്യം? ഒന്നും തീരുമാനിച്ചില്ല ഇതുവരെ. ചെന്നൈയിലോ? അവിടെ എന്താ? ഇവരുടെ ട്രീറ്റ്മെന്റിന്. അവിടെ എന്റെ പ്രൊഫസറുടെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. അവിടെ മാഡത്തിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞു പിറക്കും. ഉറപ്പാ. ഇത്ര വലിയ കാര്യമാണോ ഒന്നും തീരുമാനിച്ചില്ലെന്ന് പറയുന്നത്? സന്ധ്യ ഇത്ര കോൺഫിഡന്റ് ആയി പറയുമ്പോ അതിലെന്താ വേറെ എത്ര തീരുമാനിക്കാൻ? സച്ചി അർച്ചനയും അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പല്ലേ സന്ധ്യ? 100% ഉറപ്പ്. അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. എങ്കിൽ പിന്നെ ഇനി വേറൊന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്യും. നാളെ കുഞ്ഞിന്റെ നൂലിട്ട് മറ്റന്നാ തന്നെ നിങ്ങൾ രണ്ടുപേരും പോണം. അതെ, ഇനിയും താമസിക്കണ്ട. താമസിക്കും തോറും കുഞ്ഞ് വരാനും താമസിക്കും. ഇനി താമസമൊന്നുമില്ല. മറ്റന്നാ തന്നെ ഇവർ രണ്ടുപേരും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും. ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവനെന്തോ ടെൻഷനാണെന്ന് തോന്നുന്നു. സന്ധ്യ ഒന്ന് അവനോട് സംസാരിക്കും. സച്ചിക്ക് എന്താ ഇപ്പൊ ഒരു ടെൻഷൻ? ഞാൻ ആലോചിക്കായിരുന്നു ഡോക്ടർ. ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്താൽ അർച്ചനയുടെ പ്രോബ്ലംസ് മാറില്ലേ? പോകാനുള്ള മടികൊണ്ടൊന്നുമല്ല ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ ആവുമ്പോൾ ഡോക്ടറുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. പിന്നെ അർച്ചന കുറച്ചുകൂടി ഓക്കെ ആയിരിക്കുന്ന ഞാൻ കരുതുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയും അർച്ചന ഈ സത്യം അറിഞ്ഞ നമ്മൾ ഈ ചെയ്യുന്നേക്ക് വെറുതെ ആവില്ലെന്നൊരു തോന്നല്. ആ തോന്നല് തൽക്കാലത്തേക്ക് സച്ചി മാറ്റിവെക്ക്. ഞാൻ നിങ്ങളെ വെറുതെ അങ്ങോട്ട് റെഫർ ചെയ്യുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? അതില്ല. ഡോക്ടർ പറയുന്നതിൽ കാര്യമുണ്ടാവും. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോകുന്നേ. എനിക്ക് മനസ്സിലായി അത്. എല്ലാം കൊണ്ടും നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ആതിര കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കാത്തത് അർച്ചനയ്ക്ക് ഉള്ളിൽ നല്ല വിഷമമായിട്ടുണ്ട്. ആ കുഞ്ഞിനെ കാണും തോറും ആ വിഷമം കൂടുകയും ചെയ്യും. ഡോക്ടർ അമലയുടെ ട്രീറ്റ്മെന്റിൽ 100% എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 90%. ഞാൻ ഇപ്പൊ പറഞ്ഞത് 100%. ഈ കാര്യത്തില് 10% റിസ്ക് പോലും എടുക്കണ്ടെന്ന് കരുതിയ ഞാൻ ചെന്നൈയിലേക്ക് പോകാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കും. 1-1.5 വർഷം അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയ ഒരു കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് തിരികെ വരാം. ഇനി ഏതെങ്കിലും വിധേന ട്രീറ്റ്മെന്റ് സക്സസ് ആയില്ലെങ്കിൽ ഒരു സറോഗേറ്റീവ് മദർ.
അതുമല്ലെങ്കിൽ ഒരു അഡോപ്ഷൻ. ഇതിലെന്ത് നടക്കണമെങ്കിലും നിങ്ങൾ ഈ യാത്ര പോയേ പറ്റൂ. ഞാൻ അർച്ചനയോട് അഡോപ്ഷനെ പറ്റി സംസാരിച്ചപ്പോൾ അവൾക്കതിന് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അവിടെ ചെന്ന ശേഷം പറഞ്ഞാലും അർച്ചന ഇത് തന്നെ പറയൂ. ട്രീറ്റ്മെന്റ് സക്സസ് ആയില്ലെങ്കിൽ സച്ചിയുടെ പ്രോബ്ലം കൊണ്ടാണെന്നുള്ള അർച്ചനയുടെ വിശ്വാസം സച്ചി തകർക്കരുത്. മറ്റു വഴികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അർച്ചന അതിന് സമ്മതിക്കും. പിന്നെ ഈ അഡോപ്ഷന്റെ കാര്യം ഇവിടെ ആരും അറിയണ്ട. ആര് ചോദിച്ചാലും സച്ചിയിൽ അർച്ചന പ്രസവിച്ച കുഞ്ഞാണെന്നേ എല്ലാവരോടും പറയാവൂ. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു കുഞ്ഞുകൂടി ഉള്ളതുകൊണ്ട് അതിനെ വേർതിരിവോടെ എല്ലാവരും കാണും. സത്യം അർച്ചനയും സച്ചിയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നതേ ഇവിടെ എല്ലാവരും വിശ്വസിക്കൂ. എങ്ങനെ നോക്കിയാലും ഈ യാത്ര നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാക്കൂ സച്ചി. നിങ്ങൾ തിരികെ വരുമ്പോ നിങ്ങളുടേതായ ഒരു കുഞ്ഞ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അർച്ചന ഒന്ന് മാറി നിന്ന ഇവിടെയുള്ള പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാവുകയും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കാര്യത്തിനേക്കാളും വലുത് എന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ധനുഷിനെ തീർക്കുക എന്നത് മാത്രമാണ് സച്ചി. ഡോക്ടർ, ഡോക്ടർ ഇപ്പൊ വന്നു? കുറച്ചു സമയമായി. അർച്ചനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. വെറുതെ സംസാരിച്ചിരിക്കാന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി ഡോക്ടർ. സച്ചിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. ഡോക്ടർ സംസാരിച്ചത് നമ്മുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരുന്നു. സച്ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ചെന്നൈ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെ എല്ലാം ശരിയാവും. എനിക്കിപ്പോ നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. നമുക്ക് ഉടനെ പോവാം. ചെന്നൈയിലേക്കെന്നല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും പോവാം. അത്രയ്ക്ക് ആഗ്രഹിക്കുന്നില്ലേ നമ്മളൊരു കുഞ്ഞിനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.